അധ്യായം 2. കേരളത്തിലെ ക്രിസ്തീയ രാജാവ്. പോർച്ചുഗീസുകാരുടെ ആഗമനത്തിനു മുമ്പ് തന്നെ പ്രാചീന കേരളത്തിൽ ഒരു ക്രിസ്തീയ രാജാവ് ഉണ്ടായിരുന്നു എന്നതാണ് രണ്ടാം ലേഖനത്തിലൂടെ ഡോക്ടർ ജോൺ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ കർത്താവ് സി അച്യുതമേനോൻ ക്രിസ്ത്യാനിയായ വില്ലാർവട്ടം രാജാവ് കൊച്ചി രാജാവിന്റെ സാമന്തനായിരുന്നുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിലെ ചേന്ദമംഗലം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ ഈ രാജവംശം 16-ാം നൂറ്റാണ്ടുവരെ നിലനിന്നു. കേരളത്തിലെ ഡച്ച് ഗവർണറായിരുന്ന അഡ്രിയൻ മോൺസ് മലബാർ ഭരണത്തെക്കുറിച്ച് ഉള്ള വിവരണത്തിൽ വില്ലാർവട്ടം രാജാവിനെ അന്നത്തെ നസ്രാണികൾ തിരഞ്ഞെടുക്കുകയും തോമാ രാജാവ് എന്ന് പേര് നൽകിയെന്നും രേഖപ്പെടുത്തുന്നു. അവസാനത്തെ രാജാവിന് മക്കളില്ലായിരുന്നുവെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ ചരിത്രകാരന്മാർക്കും മാർപ്പാപ്പമാർക്കും ഈ നസ്രാണി തമ്പുരാനെ കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നതാണ് പ്രധാനം. 1225 വീരരാഘവ പട്ടയത്തിൽ പരാമർശിക്കുന്ന ചേരമാൻ ലോക പെരിഞ്ചട്ടി എന്ന ബഹുമതിക്ക് അർഹനായ വ്യാപാര പ്രമുഖൻ ഇരവിക്കോർത്തനായിരിക്കാം ഈ രാജാവ് എന്നാണ് ഡോക്ടർ ജോൺ അനുമാനിക്കുന്നത്. ഇവരുടെ പിന്മുറക്കാരും കൊച്ചി രാജാവിന്റെ മന്ത്രിപദം അലങ്കരിച്ചിരുന്ന പാലിയത്തച്ഛന്മാരെക്കുറിച്ചും വില്ലാർവട്ടം സ്വരൂപാതിർത്തികളെക്കുറിച്ചും വിവരിക്കുന്ന അദ്ദേഹം ബൗദ്ധ ക്രിസ്ത്യൻ സംഗമവും അതുവഴി പ്രാചീന ക്രിസ്ത്യാനികൾക്ക് ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയിൽ ലഭിച്ച പ്രാധാന്യത്തെക്കുറിച്ചും ഈ ലേഖനത്തിൽ വിവരിക്കുന്നു. ഇനി നമുക്ക് അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ ക്രിസ്തീയ രാജാവ്. ഒരർത്ഥത്തിൽ മിത്തുകൾ ഗ്രൂപ്പ് ചരിത്രമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരി. ഉത്തരം റോമിലെ ഥാപ്പർ. ക്രിസ്ത്യൻ രാജകുടുംബത്തെപ്പറ്റി ചരിത്ര ഗ്രന്ഥങ്ങളെ പരാമർശിച്ചു കണ്ടിട്ടുള്ളത് ഏത് രാജവംശമാണ്? ഉത്തരം വില്ലാർവട്ടം രാജവംശം. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ കർത്താവ്. ഉത്തരം സി അച്യുതമേനോൻ. വില്ലാർവട്ടം രാജാവിന്റെ ആസ്ഥാനം. ഉത്തരം കൊടുങ്ങല്ലൂരിനടുത്തുള്ള ചേന്ദമംഗലം. ഏത് പ്രദേശമാണ് കേരള ക്രൈസ്തവരുടെ കളിത്തൊട്ടിലായി കരുതപ്പെടുന്നത്? ഉത്തരം കൊടുങ്ങല്ലൂർ. ചേരനാട്ടിലെ വ്യാപാര പ്രമുഖനായ ഇരവിക്കൊത്തന് മണിഗ്രാമ പട്ടവും ചേരമാൻ ലോക പെരിഞ്ചട്ടി എന്ന ബഹുമതിയും നൽകിയതാര് എന്ന്? ഉത്തരം കേരളേശ്വരനായ വീരരാഘവ ചക്രവർത്തി. ക്രിസ്തുവർഷം 1225. ഇന്ന് ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്ന പല സംസ്കാര വിശേഷതകളും ഏത് മതക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്? ഉത്തരം ബുദ്ധമതക്കാരിൽ നിന്ന്. ക്രൈസ്തവർ പ്രാർത്ഥനയ്ക്ക് ഒത്തുചേരുന്ന സ്ഥലം? ഉത്തരം പള്ളി. ബൗദ്ധ ക്രിസ്ത്യൻ സംഗമത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ശാസനം? ഉത്തരം താഴെക്കാട്ടു പള്ളി ശാസനം. ശംഖ്, കൊമ്പ്, വാങ്ക്, മണി എന്നീ 4 പ്രതീകങ്ങളുടെ അപൂർവ സുന്ദരമായ സംഗമം എവിടെ കാണാം? ഉത്തരം മഹോദയപുരത്തെ വല്ലാർവട്ടം കുന്നിൽ. ഡച്ച് ഭരണകാലത്ത് കൊച്ചി രാജാവിന്റെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചിരുന്നവർ? ഉത്തരം പാലിയത്തച്ഛന്മാർ. കേരളത്തിലെ സവർണ സമുദായ ഘടനയിൽ വൈശ്യരുടെ സ്ഥാനം അലങ്കരിച്ചിരുന്നവർ? ഉത്തരം ക്രിസ്ത്യാനികളും ക്രിസ്തുമാർഗത്തിൽ ചേർന്ന ബൗദ്ധരും. സമുദായ ഘടനയിൽ അവർക്ക് ആർക്ക് തൊട്ടുമീതെയുള്ള സ്ഥാനം ലഭിച്ചിരുന്നു? ഉത്തരം നായന്മാർക്ക്. അച്ഛൻ എന്ന സ്ഥാനപ്പേര് നൽകി നാട്ടുകാർ അക്കാലത്ത് സംബോധന ചെയ്തിരുന്നത് ആര്? ഉത്തരം ബുദ്ധ ഭിക്ഷുകികളെ. ബുദ്ധമതാനുയായികൾ ക്രിസ്തുമതത്തിൽ ചേർന്ന ഘട്ടത്തിൽ ക്രിസ്ത്യൻ പാതിരിമാർ ഡാഷും ആയിത്തീർന്നു. ഉത്തരം പാതിരിയച്ഛൻ. അച്ഛൻ. ആർച്ച് ബിഷപ്പ് അലക്സിസ് മെനസിസ് ഏത് രാജ്യക്കാരനാണ്? ഉത്തരം പോർച്ചുഗീസ്. ദേശീയ മെത്രാന്മാരുടെ വാഴ്ചയിൽ മോതിരമിടിയിൽ കർമ്മം നടത്തുകയെന്നത് ആരുടെ അവകാശമായിരുന്നു? ഉത്തരം പെരുമ്പടപ്പ് മൂപ്പിന്നിൻ്റെ.
മധ്യകാല ക്രൈസ്തവരുടെ അപദാനങ്ങൾ പ്രകീർത്തിക്കുന്ന പാട്ട്. ഉത്തരം വീരടിയാൻ പാട്ട്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേയാട്ട് മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.